ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സിലെ റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സുമാണ്. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് എപ്പോഴാണ് റിവേഴ്സിബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റുക? ആ പ്രോസസ്സിൻ്റെ കണ്ടീഷൻസ്, ആ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ പ്രഷർ കണ്ടീഷൻ, ടെമ്പറേച്ചർ കണ്ടീഷൻ തുടങ്ങിയ കണ്ടീഷൻസ് എന്ത് ചെയ്തു, നമ്മൾ റിവേഴ്സ് ചെയ്തു. നിലവിൽ ഡയറക്റ്റ് പ്രോസസ്സിലുള്ള കണ്ടീഷൻസ് നമ്മൾ റിവേഴ്സ് ചെയ്താൽ ആ പ്രോസസ്സിൻ്റെ ഡയറക്ഷൻ മാറി അത് റിവേഴ്സ് ഡയറക്ഷനിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ പ്രോസസ്സിനെ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ്, അതാണ് ഡയറക്റ്റ് പ്രോസസ്സെങ്കിൽ ആ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ റിവേഴ്സ് ചെയ്താൽ എന്ത് സംഭവിക്കണം? ഹീറ്റ് ആ പ്രോസസ്സിലൂടെ പുറത്തേക്ക് വരണം. അപ്പോഴാണ് എന്താവുക? റിവേഴ്സ് ഡയറക്ഷൻ ആവുക നമുക്ക് പറയാൻ പറ്റുക. അതുപോലെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിലുള്ള പ്രോസസ്സ് എന്താ? നമ്മൾ കണ്ടീഷൻ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റത്തിൻ്റെ മേലെ വർക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥ വരണം. അതായത് ആദ്യം ഡയറക്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം വർക്ക് ചെയ്യുന്ന അവസ്ഥയാണ്. അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ മേലെ വർക്ക് ചെയ്യുന്ന, സിസ്റ്റത്തിൻ്റെ മേലെ സറൗണ്ടിങ് വർക്ക് ചെയ്യുന്ന അവസ്ഥ. ഓക്കെ, അങ്ങനെ ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ ആവണമെങ്കിൽ ഉള്ള കണ്ടീഷൻസ് ടു എ പ്രോസസ് ടു ബി റിവേഴ്സിബിൾ. ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ ആവണമെങ്കിലുള്ള കണ്ടീഷൻസ്, ഒന്നാമത്തെ കണ്ടീഷൻ ദർ ഷുഡ് നോട്ട് അവിടെ ഒരു ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ഉണ്ടാകാൻ പാടില്ല. ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫ്രിക്ഷൻ, അതുപോലെ റെസിസ്റ്റൻസ്, അങ്ങനത്തെ ഒക്കെ ഫോഴ്സിനെ നമ്മളെന്ത് പറയുക? അതിനെയൊക്കെയാണ് നമ്മളെന്ത് പറയുക? ഡിസിപ്പേറ്റീവ് ഫോഴ്സസ്. അവിടെ എനർജി നഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഫിനോമിനകളൊന്നും അവിടെ നടക്കാൻ പാടില്ല. ഓക്കെ, ദർ ഷുഡ് നോട്ട് ബി any dissipative forces like friction. അപ്പോൾ ഒരു പിസ്റ്റണ് മൂവ് ചെയ്യുന്ന പ്രോസസ്സിൽ അവിടെ പിസ്റ്റണും സിലിണ്ടറും തമ്മിൽ ഒരു ഫ്രിക്ഷനൊന്നും ഉണ്ടാകാൻ പാടില്ല, എന്നാലേ അത് റിവേഴ്സിബിൾ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഫ്രിക്ഷൻ, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്തുകൊണ്ടാണ് ഡിസിപ്പേറ്റീവ് എന്ന് പറയാം? ഒരു റെസിസ്റ്റൻസിലൂടെ കറണ്ട് പാസ് ചെയ്താൽ ആ റെസിസ്റ്റൻസ് ഹീറ്റായി അവിടെ ഹീറ്റ് ചൂടാവാൻ തുടങ്ങും, അതായത് ഹീറ്റ് പുറത്ത് വിടാൻ തുടങ്ങും. അത് ഡിസിപ്പേറ്റീവ് ഫോഴ്സാണ്, ഹീറ്റ് പുറത്ത് വിടുക എന്നുള്ളത്. അതുപോലെ വിസ്കോസിറ്റി ഒന്നും ഉണ്ടാകാൻ പാടില്ല, അതൊക്കെ ഒരു ഡിസിപ്പേറ്റീവ് ഫോഴ്സാണ്. ഇനി ദ പ്രോസസ് ഷുഡ് ബി കോസിസ്റ്റാറ്റിക്, അതായത് ആ പ്രോസസ്സ് ഇൻഫിനിറ്റ്സിമൽ എന്താവണം? ആ പ്രോസസ്സിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നത് വളരെ ഇൻഫിനിറ്റിസിമൽ ചേഞ്ച് ആയിരിക്കണം. അതായത് മുമ്പത്തെ സ്റ്റേറ്റും അടുത്ത സ്റ്റേറ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഓരോ സമയത്തും അത് സറൗണ്ടിങ്ങുമായി ഇക്വിലിബ്രിയത്തിലുമാവണം. ഓക്കെ, കോസിസ്റ്റാറ്റിക് നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, പിന്നെ ഓരോ സമയത്തും ഓൾവേസ് ദ സിസ്റ്റം ഷുഡ് ബി ഇൻ തെർമൽ ആൻഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം വിത്ത് സറൗണ്ടിങ്ങുമായിട്ട് ഓരോ സമയത്തും ഓൾവേസ് എന്താവണം? ഇക്വിലിബ്രിയത്തിലാവണം. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എന്താവണം? ഒരു ഉദാഹരണത്തിൽ ഗ്യാസ് എൻക്ലോസ്ഡ് ഇൻ എ പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് സിലിണ്ടർ
having a flexible piston and flexible and perfectly conducting piston. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എന്താ സംഭവിക്കുക, അതായത് ഈ പ്രോസസ്സിന് നമുക്ക് ഐസോതെർമൽ എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ എന്ന് പറയാം. ഐസോതെർമൽ എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ എന്ന് പറഞ്ഞത്? കാരണം ഇത് പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് സിലിണ്ടറാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആ സിസ്റ്റം എന്ത് ചെയ്തു, ആ സിസ്റ്റത്തിലെ പിസ്റ്റൺ കംപ്രസ് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യും, സിസ്റ്റത്തിൻ്റെ മേലെ വർക്ക് വന്നു, ആ ഗ്യാസിൻ്റെ മേലെ വർക്ക് ചെയ്യപ്പെട്ടു. ആ സമയത്ത് ഉള്ളിലെ ടെമ്പറേച്ചർ കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ ഹീറ്റ് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടാൻ അനുവദിക്കാതെ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഉടനെ എന്ത് ചെയ്യും, ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും. പുറത്തേക്ക് ഹീറ്റ് വിട്ടിട്ട് എന്ത് ചെയ്യും, സറൗണ്ടിങ്ങുമായി വീണ്ടും ഇക്വിലിബ്രിയത്തിലെത്തും. അപ്പോൾ ആ ഇക്വിലിബ്രിയം ഓൾവേസ് മെയിൻറ്റെയിൻ ചെയ്യണതുകൊണ്ട് തന്നെ എപ്പോഴും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. ഇത് എന്താണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്, ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്ത് ചെയ്തു, ഇതിൻ്റെ കണ്ടീഷൻ നമ്മൾ റിവേഴ്സ് ചെയ്തു. അപ്പോൾ നിലവിലുള്ള ടെമ്പറേച്ചർ എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തു. അതിപ്പോൾ ഒന്ന് കൂടുതലാണെങ്കിൽ ഒന്ന് കുറച്ചാൽ എന്ത് ചെയ്യും, ഓൾറെഡി ആദ്യം എക്സ്പാൻഷൻ ആണെങ്കിൽ പിന്നെ അത് കുറച്ചാൽ റിവേഴ്സ് ഡയറക്ഷനിലാകുമ്പോൾ അത് കംപ്രഷനായി മാറിയിട്ടുണ്ടാവും. അതായത് അത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഇലാസ്റ്റിക് സ്പ്രിംഗ്. എക്സ്പാൻഷൻ ഓഫ് ഇലാസ്റ്റിക് സ്പ്രിംഗ്. ഓക്കെ, അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ആ നമ്മളൊരു ഫോഴ്സ് പ്രയോഗിച്ച് അതിനെ കംപ്രസ് ചെയ്താൽ അത് കംപ്രസ് ആവും. ആ ഫോഴ്സിനെ എന്ത് ചെയ്തു, അങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് വരികയാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അതായത് അത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്. തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്കിതിൽ പറയാൻ പറ്റും. ഓക്കെ, എക്സാമ്പിളായിട്ട് ഇതിപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ കേസ് തെർമോഡൈനാമിക്കാന്ന് പറയാൻ പറ്റില്ല, എന്നാലും നാച്ചുറലുള്ള ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. പിന്നെ ഇനിയിപ്പോൾ അടുത്തത് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്തായിരിക്കും ഇറിവേഴ്സിബിൾ പ്രോസസ്സ്? ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല നമ്മളെ കണ്ടീഷൻ ചേഞ്ച് ചെയ്താലും. ഓക്കെ, എനി പ്രോസസ് which cannot be made to proceed in the reverse direction is called irreversible process. ഓക്കെ, അപ്പോൾ ഈ നാച്ചുറലുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സൊക്കെ എന്താണ്? ഓൾ സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ ഓൾ നാച്ചുറൽ പ്രോസസ് ആർ റിവേഴ്സിബിൾ അങ്ങനെ പറയാം. all changes in nature are irreversible. അത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ പ്രകൃതിയിലെ ഇതുകളൊന്നും റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. ഈ മറ്റേ എക്സാമ്പിള് മിക്സിങ് ഓഫ് ഗ്യാസ്
അത് ഗ്യാസ് മിക്സ് ചെയ്യുന്നത് നമുക്ക് കണ്ടീഷൻ റിവേഴ്സ് ചെയ്ത് എന്ന് വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, മിക്സ് ചെയ്തതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ. പിന്നെ മിക്സിങ് ഓഫ് ഗ്യാസ്, ബേണിങ് ഓഫ് വുഡ്, അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? മരം കത്തിയാൽ പിന്നെ അതിനെ തിരിച്ച് മരമാക്കാൻ പറ്റൂലല്ലോ. ബേണിങ് ഓഫ് വുഡ് ഓർ ഗ്യാസ് ഓർ ഫ്യൂവൽ. ഗ്യാസൊക്കെ കത്തിപ്പോയാൽ പിന്നെ കത്തിപ്പോയി. പിന്നെ റസ്റ്റിംഗ് ഓഫ് അയൺ, റസ്റ്റിംഗ് അയൺ. ഇരുമ്പ് തുരുമ്പായാൽ പിന്നെ അത് തുരുമ്പിനെ ഇരുമ്പാക്കാൻ പറ്റൂല, ഇരുമ്പിനെ തുരുമ്പാക്കാം. ഓക്കെ. സ്പോണ്ടേനിയസ് എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഇൻറ്റു ആൻ ഇവാക്വേറ്റഡ് സ്പേസ്. ഓക്കെ. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ റെസിസ്റ്റർ. ഇതൊക്കെ എന്താണ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ. താങ്ക് യു.